പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 28 വ്യാഴം. പ്രധാന വാർത്തകൾ. കണ്ണൂർ വിമാനത്താവളം മട്ടന്നൂർ മൂർഖൻപറമ്പിൽ 2018 ഡിസംബർ 9 ഉദ്ഘാടനം ചെയ്യുന്നത്. മലബാർ മേഖലയിലെ പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷയും അതിലേറെ സന്തോഷവും നൽകിയ കാര്യമായിരുന്നു വിമാനത്താവളം യാഥാർത്ഥ്യമായതിലൂടെ സാധ്യമായത്. കേരളത്തിലെ ഏറ്റവും വലുതും 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ് കണ്ണൂരിലേത്. 3050 മീറ്റർ റൺവേ നീളമുള്ള വിമാനത്താവളത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരമദയനീയമാണ്. അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി ആയിരുന്ന CM ഇബ്രാഹിം ആയിരുന്നു എയർപോർട്ട് പ്രഖ്യാപനം നടത്തിയത്. തുടക്കത്തിൽ വിദേശ വിമാന കമ്പനികൾക്ക് അനുവാദം ലഭിച്ചിരുന്നെങ്കിലും കാലക്രമേണ എയർപോർട്ടിന്റെ അതിന്റെ മുഴുവൻ പ്രതാപത്തിലും സാധ്യമാകും എന്ന പ്രതീക്ഷയിൽ ആയിരുന്നു മലബാറുകാർ. 6 വർഷം കഴിഞ്ഞിട്ടും ആർക്കും വേണ്ടാത്ത വിമാനത്താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും പരിഗണനയും സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥയിൽ പ്രതീക്ഷ മങ്ങിയിരിക്കുകയാണ് പ്രവാസികൾക്ക്. ഒമാനിൽ ഇന്നു മുതൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് അനുഭവപ്പെടുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുസന്തം, ബുറൈമി, ദാഹിറ, ദാഖിലിയ, അൽവുസ്ത, ധോഫാർ ഗവർണറേറ്റുകളിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുക. കടൽക്ഷോഭം രൂക്ഷമാകാനും സാധ്യതയുണ്ട്. മുസന്തം തീരങ്ങളിലും ഒമാൻ കടലിലും 2.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കും. അതേസമയം രാജ്യത്ത് താപനില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ശൈത്യകാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഒമാൻ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. ഒമാനിൽ ശൈത്യകാലം ഡിസംബർ 21 അല്ലെങ്കിൽ 22 ആരംഭിക്കും. പൊതുസ്ഥലങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഓഫീസ് കെട്ടിടങ്ങളോട് ചേർന്നുമടക്കം അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഉടമകൾക്ക് നിർദ്ദേശം നൽകി മസ്കത്ത് നഗരസഭ. ഈ വർഷം ആദ്യപാദത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നഗരസഭകൾ നീക്കം ചെയ്തത് ഉപേക്ഷിക്കപ്പെട്ട 100 കണക്കിന് വാഹനങ്ങളാണ്. പാർപ്പിട വ്യവസായ കേന്ദ്രങ്ങളിലെ തിരക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിലാണ് ഈ വാഹനങ്ങൾ ദീർഘകാലമായി ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്നത്. വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മസ്കത്തിൽ പൊതുചത്വരങ്ങളിലും നിരത്തുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് നാഗരിക സമൂഹത്തിന് ചേർന്നതല്ലെന്നും നഗര സൗന്ദര്യത്തെ നശിപ്പിക്കുന്നതാണെന്നും സുരക്ഷയ്ക്ക് വിഘാതമാണെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു. മുന്നറിയിപ്പ് നോട്ടീസ് പതിച്ച് 14 ദിവസത്തിനകം ഉടമസ്ഥന്റെ ചെലവിൽ വാഹനം നീക്കം ചെയ്യണമെന്നാണ് നിയമം. കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിന് സംഭവിക്കുന്ന കേടുപാടുകളിൽ മുനിസിപ്പാലിറ്റി ഉത്തരവാദികളാകില്ല. ഇങ്ങനെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തിരികെ വാങ്ങാനെത്തുന്ന ഉടമസ്ഥരിൽ നിന്ന് 200 ഒമാനി റിയാൽ പിഴ ഈടാക്കും. 15 യാത്രക്കാരെയോ അതിൽ കുറവോ വഹിക്കാൻ സാധിക്കുന്ന ബസ്സിനും സൈക്കിളുകൾക്കും ഇതേ പിഴയാണ് ചുമത്തുക. 15ലധികം യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ബസ്സിനും ട്രക്കിനും 500 റിയാലാണ് പിഴ. ലോക്കോമോട്ടീവുകൾ, ട്രെയിലറുകൾ, ട്രാക്ടറുകൾ, എക്വിപ്മെന്റ് എന്നിവയ്ക്കും സമാന തുകയാണ് പിഴ. വലിയ ചരക്കുകൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾക്ക് 1000 റിയാൽ പിഴ ഈടാക്കും. വാഹനം ഏറ്റെടുക്കാൻ എത്തിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5 റിയാൽ വെച്ച് അധിക പിഴയും ഈടാക്കും. അതേസമയം വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യാം. 1111 എന്ന നമ്പർ വഴി വിവരം അറിയിക്കാൻ സാധിക്കും. ഉടൻ തന്നെ അധികൃതരെത്തി വാഹനം നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. മസ്കത്ത് നൈറ്റ് ഫെസ്റ്റിവൽ അരങ്ങേറുന്ന വേദികളുടെ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 7 വേദികളിലായാണ് ഇത്തവണ ഫെസ്റ്റിവൽ നടക്കുക. ഗുറം നാച്ചുറൽ പാർക്ക്, ആമിറാത്ത് പാർക്ക്, നസീം പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ, സൂർ അൽ ഹദീദ് ബീച്ച്, വാദി അൽ ഖൂദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയാണ് ഫെസ്റ്റിവൽ വേദികൾ. ഫെസ്റ്റിവൽ നഗരികൾ ഒരുക്കുന്ന പ്രവൃത്തികൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. അടുത്ത മാസം 23 ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ ജനുവരി 21 വരെ തുടരും. ഓരോ വേദികളിലുമായി വ്യത്യസ്ത പരിപാടികൾ അരങ്ങേറും. ഒരേ സമയം 7 ഇടങ്ങളിലും ഫെസ്റ്റിവൽ ആസ്വദിക്കാനാകുമെന്ന പ്രത്യേകതയുണ്ട്. പരിപാടികൾ നിയന്ത്രിക്കുന്നതിനായി യുവാക്കളും യുവതികളുമായ 500 പേരെ നിയമിക്കും. ചരിത്രവും പാരമ്പര്യവും കലയും ഭക്ഷണവും ആഘോഷിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടിയായ മസ്കത്ത് നൈറ്റ്സ് ഇത്തവണ ഏറെ സർപ്രൈസിംഗ് ആകും.
ഓപ്പൺ തിയേറ്റർ, കുട്ടികളുടെ തിയേറ്റർ, വിനോദ കലാകേന്ദ്രം, നാടോടി നൃത്ത കേന്ദ്രം തുടങ്ങി വ്യത്യസ്തത നിറഞ്ഞ കാഴ്ചകൾ ഇത്തവണയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളുടെ വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും സ്റ്റാളുകളും ഉണ്ടാകും. ഒമാനിൽ ചെമ്മീനും ലോബസ്റ്ററും പിടിക്കുന്നതിനും വിപണനത്തിനുമുള്ള നിരോധനം പ്രാബല്യത്തിൽ. അടുത്ത വർഷം സെപ്റ്റംബർ 30 വരെ 10 മാസത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാലയളവിലെ ചെമ്മീനുകളുടെയും ലോബസ്റ്ററുകളുടെയും ബീജസങ്കലനം, പുനരുൽപാദനം, സ്വാഭാവിക വളർച്ച എന്നിവ കണക്കിലെടുത്താണ് നിരോധനമെന്നും കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. നിരോധന കാലയളവിൽ ഇവയുടെ വ്യാപാരവും കയറ്റുമതിയും അനുവദിക്കില്ല. നിരോധനം ലംഘിക്കുന്നവർക്ക് 5000 ഒമാനി റിയാൽ വരെ പിഴയോ 3 മാസം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും. ചെമ്മീൻ, ലോബസ്റ്റർ ബന്ധനത്തിനുപയോഗിച്ച ഉപകരണങ്ങൾ എന്നിവ കണ്ടുകെട്ടുകയും മത്സ്യബന്ധന ലൈസൻസ് താൽക്കാലികമോ എന്നേക്കുമായോ റദ്ദാക്കുകയും ചെയ്യും. മത്സ്യബന്ധന നിയന്ത്രണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കോസ്റ്റ് ഗാർഡ് ഓഫ് റോയൽ ഒമാൻ പോലീസ്, റോയൽ ഒമാൻ നേവി, മാരിടൈം സെക്യൂരിറ്റി സെന്റർ, തൊഴിൽ മന്ത്രാലയം എന്നിവ ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളുടെ സഹകരണത്തോടെ വരും നാളുകളിൽ നിരീക്ഷണം നടക്കും. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലെന്ന് വ്യക്തമാക്കി കേന്ദ്രം. പി. സന്തോഷ് കുമാർ എം.പിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. നോൺ മെട്രോ നഗരങ്ങളിൽ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര ഗതാഗതം നടത്താൻ അവസരം നൽകുകയാണ്. അതുകൊണ്ടാണ് കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ നൽകാത്തതെന്നാണ് സന്തോഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് കേന്ദ്രം നൽകിയ മറുപടി. പോയിന്റ് ഓഫ് കോൾ പദവി നിഷേധിച്ചത് പ്രവാസികൾക്കും കേരള വികസനത്തിനും വലിയ തിരിച്ചടിയാണെന്ന് സന്തോഷ് കുമാർ എം.പി കൂട്ടിച്ചേർത്തു. എന്നാൽ പോയിന്റ് ഓഫ് കോൾ പദവി ലഭിച്ചാൽ കണ്ണൂർ വിമാനത്താവളത്തിന് വൻ കുതിച്ചുചാട്ടം നടത്താനാവുമെന്ന പ്രതീക്ഷയാണ് ഇതോടെ ഇല്ലാതായത്. പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്നും സർവീസുകൾ നടത്താൻ കഴിയൂ. നിലവിൽ രാജ്യത്തിനകത്തുള്ള വിമാന കമ്പനികൾക്കു മാത്രമാണ് സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. ഈ വിമാന കമ്പനികൾക്ക് ആവശ്യാനുസരണം സർവീസ് നടത്താൻ വിമാനങ്ങൾ ലഭ്യവുമല്ല. അതിനാലാണ് യാത്രക്കാർ കൂടുതലുണ്ടെങ്കിലും കണ്ണൂരിൽ വിമാന സർവീസുകൾ ആവശ്യമനുസരിച്ച് നടത്താൻ സാധിക്കാത്തത്. കൂടുതൽ വിമാന സർവീസുകൾക്ക് അവസരമുണ്ടായാൽ എയർപോർട്ടിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അനുബന്ധ വികസനം സാധ്യമാക്കാനും സാധിക്കും. വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ ലഭ്യമാകാത്തത് കാരണം ഉത്തര മലബാറിലെ ജനങ്ങളുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ലഭ്യതയനുസരിച്ചുള്ള ചരക്ക് നീക്കം നടത്തുന്നതിനും വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയ്ക്കും കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങൾക്കും പ്രയോജനകരമായ കണ്ണൂർ എയർപോർട്ട് കൂർഗ്, മൈസൂർ, മംഗലാപുരം എന്നിവിടങ്ങളിലെ യാത്രക്കാരുടെ ബദൽ എയർപോർട്ട് കൂടിയാണ്. അതേസമയം ഒമാനിൽ നിന്നടക്കം കണ്ണൂരിലേക്ക് ആകെയുള്ളത് ആഴ്ചയിൽ ചുരുക്കം സർവീസുകൾ മാത്രമാണ്. ഇവയിൽ പലതും തുടർച്ചയായി മുടങ്ങുന്നതും വൈകി പറക്കുന്നതും അമിത നിരക്കുകൾ ഈടാക്കുന്നതും പ്രവാസികൾക്ക് ദുരിതമായിരിക്കുകയാണ്. കൂടുതൽ വിമാന കമ്പനികൾ എത്തുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇതിനും മങ്ങൽ ഏൽക്കുകയാണ്. കോഴിക്കോടും മംഗലാപുരവും വിമാനയാത്രയ്ക്കായി ആശ്രയിച്ചിരുന്ന പ്രവാസികളായ ഉത്തര മലബാറുകാർ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ആഗമനം നിറഞ്ഞ പ്രതീക്ഷയോടെയും വലിയ സന്തോഷത്തോടെയുമാണ് എതിരേറ്റത്. തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച വിമാനത്താവളം നാളുകൾ കഴിഞ്ഞതോടെ പിന്നോക്കം പോയി. കണ്ണൂരിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾക്കും രാജ്യാന്തര സർവീസിന് അനുമതി ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പല വിമാന കമ്പനികളും കണ്ണൂരിലെത്തിയില്ല. ഗോ ഫസ്റ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നിവ സർവീസ് നടത്തിയിരുന്ന കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മാത്രമായി ചുരുങ്ങി. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആകാശയാത്ര ദുരിതത്തിലായി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ നിരവധി വിമാന കമ്പനികൾ നിലവിലുണ്ട്. കണ്ണൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മാത്രമാണ് ആശ്രയം. വലിയ തുക നൽകി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് സർവീസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ല. കോഴിക്കോട് നിന്ന് സലാം എയറും ഒമാൻ എയറും എയർ ഇന്ത്യ എക്സ്പ്രസും മസ്കത്തിലേക്കും എയർ അറേബ്യ കണക്ഷൻ വിമാനത്തിൽ സ്വഹാറിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തണമെങ്കിൽ 7 മണിക്കൂറിൽ അധികം യാത്ര ചെയ്യണം. വരാനിരിക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന് മുന്നൊരുക്കങ്ങളുമായി ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം.
ഈ മാസം 21 മുതൽ ജനുവരി 3 വരെ കുവൈത്തിലാണ് ഗൾഫ് കപ്പ് അരങ്ങേറുന്നത്. മേഖലയിലെ തന്നെ ഏറ്റവും പ്രധാന ടൂർണമെന്റിൽ മുൻ ചാമ്പ്യന്മാർ കൂടിയായ ചെമ്പട ഇത്തവണയും കിരീടം ലക്ഷ്യം വെച്ചാണ് ടീമിനെ ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി പുതുമുഖങ്ങളും പരിശീലകൻ റഷീദ് ജാബിർ പ്രഖ്യാപിച്ച ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഒമാൻ ഒളിമ്പിക് ടീം അണ്ടർ-20 ടീമുകളിൽ മികച്ച പ്രകടനം പുറത്തെടുത്തവർക്കും റഷീദ് ജാബിറിന്റെ വിളിയെത്തി. 5 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ ക്യാമ്പ് മസ്കത്തിൽ ഇന്നലെ തുടക്കം കുറിച്ചു. താരങ്ങളുടെ ശാരീരിക സാങ്കേതിക മികവും ലക്ഷ്യം വെച്ചാണ് പ്രത്യേക ക്യാമ്പ് ഒരുക്കുന്നത്. അറേബ്യൻ ഗൾഫ് കപ്പിൽ ദേശീയ ടീമിനായി തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനായാൽ വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലേക്കും പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കും. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ തുർക്കി സന്ദർശനം ഇന്നു മുതൽ. പ്രസിഡന്റ് തയ്യിബ് ഉർദുഗാന്റെ ക്ഷണപ്രകാരമാണ് സുൽത്താന്റെ സന്ദർശനം. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും പുതിയ മേഖലകളിലേക്ക് ഉഭയകക്ഷി ബന്ധം വ്യാപിക്കുന്നതുമുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ പരസ്പരം കൈമാറുകയും ചെയ്യും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.